എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ വളരെ ഹെൽത്തി ആയിട്ട് തന്നെ ഉണ്ടാക്കി കഴിക്കാൻ പറ്റിയ റാഗിയും ചെറുപയറും കൂടി ചേർത്ത് തയ്യാറാക്കിയെടുക്കുന്ന നല്ല ക്രിസ്പി ദോശയാണ്. ഷുഗറും കൊളസ്ട്രോളും മൂലം കഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് വളരെ ഹെൽത്തി ആയിട്ട് തന്നെ ഉണ്ടാക്കി കഴിക്കാൻ പറ്റിയ ഈ ഒരു ഹെൽത്തി ദോശ വണ്ണം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്കും വളരെ തന്നെ നല്ലതാണ്. നമ്മുടെ വീടുകളിൽ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഡിന്നറായിട്ടും നമ്മൾ മിക്കപ്പോഴും തയ്യാറാക്കിയെടുക്കുന്ന ഒന്നാണ് ദോശ. ഇനിയിപ്പോൾ ഇതുപോലെയൊക്കെ ദോശ ഉണ്ടാക്കി കഴിക്കുവാണെങ്കിൽ നമ്മുടെ ശരീരാരോഗ്യം വളരെ തന്നെ മെച്ചപ്പെടുത്താനും സാധിക്കുന്നതാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയും എൻ്റെ കൂട്ടുകാർക്ക് വളരെ തന്നെ യൂസ്ഫുൾ ആണ്. വീഡിയോ മുഴുവനായിട്ട് കണ്ട് ചേച്ചിയെ സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ നിങ്ങളുടെ വിലയേറിയ ലൈക്കുകൾ തരാനും മറക്കല്ലേ. അപ്പോൾ ഉടൻ തന്നെ നമുക്ക് നമ്മുടെ വീഡിയോ കാണാൻ പോകാം. ഇനി നമുക്ക് ദോശ തയ്യാറാക്കി എടുക്കാനുള്ള ചെറുപയർ നമുക്കൊന്ന് കഴുകി വെള്ളത്തിൽ കുതിർത്തിയിടണം. ഞാനിവിടെ 240 ml അളവുള്ള കപ്പിൽ 1 കപ്പ് ചെറുപയറാണ് എടുത്തിട്ടുള്ളത്. ഇതിന്റെ കൂടെ 1/2 കപ്പോളം റാഗി കൂടെ ചേർക്കുന്നുണ്ട്. ഞാനിവിടെ ഇപ്പോൾ രാത്രിയിലാണ് ഇതെല്ലാം വെള്ളത്തിലിട്ട് കുതിർത്തിയെടുക്കുന്നത്. ഇനിയിപ്പോൾ ഇതെല്ലാം നല്ലതുപോലെ കുതിർന്നു വരാനായിട്ട് ഒരു രാത്രി മുഴുവനും നമുക്കൊന്ന് മൂടി വെച്ച് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ചെറുപയർ ഇവിടെ വെള്ളത്തിൽ കുതിർത്താൻ വെച്ചിട്ട് ഇപ്പോൾ രാവിലെ ആയിട്ടുണ്ട്. നമ്മൾ രാത്രിയിലാണ് വെള്ളത്തിലിട്ടത്. രാവിലെ ആയപ്പോൾ മൂടി തുറന്ന് നോക്കുവാണ്. ഇപ്പോൾ നമ്മുടെ ചെറുപയറും റാഗിയൊക്കെ നല്ലവണ്ണം തന്നെ കുതിർന്ന് വന്നിട്ടുണ്ട്, കണ്ടോ. അപ്പോൾ ഇനി നമുക്കിതൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ട് നല്ലോണം ഒന്ന് അരച്ചടിച്ചിട്ട് വരാം. നമ്മൾ നിത്യവും തയ്യാറാക്കുന്ന ദോശയിൽ നിന്നൊക്കെ ഒരു വ്യത്യസ്തമായിട്ട് ഇതുപോലേക്ക് വല്ലപ്പോഴെങ്കിലൊക്കെ ഒന്ന് ഉണ്ടാക്കി കഴിക്കണം കേട്ടോ. അങ്ങനെ നമ്മൾ അരച്ചെടുക്കാനായിട്ട് മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് കുറച്ച് ചേരുവകളൊന്ന് ചേർത്ത് കൊടുക്കണം. ആദ്യമേ ചേർക്കുന്നത് എരിവിന് ആവശ്യമായ 4 പച്ചമുളക്, ഇതുപോലൊരു കഷ്ണം ഇഞ്ചി, ഒരു സവാള കട്ട് ചെയ്തത് കൂടി ചേർക്കുന്നുണ്ട്. കൂടെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. 1 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്ത് നല്ല പോലെ ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. അങ്ങനെ നമ്മുടെ ദോശ മാവ് ഇതുപോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. നമുക്കിതേ ബൗളിലേക്ക് തന്നെ ഒന്ന് മാറ്റാം. ഇപ്പോൾ നമ്മുടെ ദോശമാവ് ഇതുപോലൊരു കട്ടിയിലാണ് ഇരിക്കുന്നത്. മിക്സിയുടെ ജാറ് കഴിയിട്ട് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കണം. കുറഞ്ഞ അളവിൽ വെള്ളം ഒഴിച്ചു കൊടുക്കാം. നല്ലോണം ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം. ഇതുപോലൊരു അയവിനാണ് നമുക്ക് മാവ് മിക്സ് ചെയ്തെടുക്കേണ്ടത്. 1.5 കപ്പ് വെള്ളം ഒഴിച്ചാണ് നമ്മൾ ഈ ബാറ്റർ ഇവിടെ അരച്ചെടുത്തിട്ടുള്ളതും. ഈ ഒരു തിക്നെസ് ആണ് കേട്ടോ നമ്മുടെ മാവിന് വേണ്ടത്, കണ്ടോ. ഇനി നമുക്ക് ഈ മാവ് ഒരു 10 മിനിറ്റ് നേരത്തേക്ക് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മൂടി വെച്ച് കൊടുക്കാം. ദോശമാവ് 10 മിനിറ്റ് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്ക് ആവശ്യമായ ഒരു ടൊമാറ്റോ ചട്നി തയ്യാറാക്കാം. ഇതിനായിട്ട് ഞാനിവിടെ ഒരു 6 തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. ഇത് നമുക്കൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് വരാം. ടൊമാറ്റോ ചട്നി തയ്യാറാക്കാൻ തുടങ്ങാം. ഇതിനായിട്ടൊരു പാൻ അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ പാനും ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നല്ല പോലെ ചൂടായി വന്നിട്ടുണ്ട്. 1/4 ടീസ്പൂൺ അളവിൽ ഉഴുന്നുപരിപ്പ് ആദ്യമേ ചേർക്കാം. ഉഴുന്നുപരിപ്പ് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് 2-3 ഉലുവ കൂടെ ചേർക്കാം. ഉലുവയുടെ അളവ് കൂടി പോവരുത്. കൂടെ തന്നെ 1/4 ടീസ്പൂൺ അളവിൽ കുരുമുളക് കൂടെ ചേർക്കണം. ഇപ്പോൾ ഉഴുന്നുപരിപ്പും കുരുമുളകൊക്കെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് ഫ്ലെയിം കുറച്ച് വെച്ച് കൊടുത്തതിന് ശേഷം 100 ഗ്രാം അളവിൽ കൊച്ചുള്ളി ചേർക്കാം. കൊച്ചുള്ളിയുടെ കൂടെ തന്നെ കുറച്ച് കറിവേപ്പില ചേർക്കാം. ഒരു 3-4 വറ്റൽ മുളക് കൂടെ ചേർത്ത് കൊടുക്കണം. ഇനി ഒരു 10ഓളം വെളുത്തുള്ളി അല്ലിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം ചേർത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി മുരിയിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ കൊച്ചുള്ളിയൊക്കെ നല്ലോണം തന്നെ മൂത്ത് വന്നിട്ടുണ്ട്. ഈ ഒരു പാകമായാൽ പിന്നെ നമുക്കിതിലേക്ക് 1 സ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടി ചേർക്കാം. കാശ്മീരി മുളക് പൊടി ചേർത്താൽ കളർ മാത്രമേ കിട്ടുള്ളൂ, എരിവ് കിട്ടില്ല. ഒന്നുകൂടെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. നമ്മളിപ്പോൾ ഇതിലേക്ക് എരിവെള്ള മുളകും കുരുമുളകും ചേർത്തിട്ടുള്ളത് കൊണ്ടും ആവശ്യത്തിനുള്ള എരിവൊക്കെ കിട്ടുന്നതാണ്. അങ്ങനെ മുളക് പൊടി ചേർത്ത് ഒന്ന് ഇളക്കി മുരിയിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മളിതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളി കഷ്ണങ്ങൾ ചേർക്കാം. ഈ തക്കാളിയും കൂടി ചേർത്ത് ഫുൾ ഫ്ലെയിം വെച്ച് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. തക്കാളി ഇപ്പോൾ നല്ലപോലെ ഒന്ന് വഴറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം. തക്കാളിക്ക് ആവശ്യമായ ഉപ്പ് ചേർക്കാം. തക്കാളിയിലേക്ക് ഉപ്പ് ചേർക്കുമ്പോൾ കുറഞ്ഞളവിൽ ഉപ്പ് കൂടുതലാണ് ചേർക്കേണ്ടത്. കാരണം തക്കാളിക്ക് പുളിപ്പായതുകൊണ്ട് കുറച്ച് ഉപ്പിൻ്റെ പോരായ്മ നമുക്ക് വരുന്നതാണ്. ഈ സമയത്ത് ഇതിലേക്ക് വെള്ളമൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമൊന്നും തന്നെ ഇല്ല. ഈ ഒരു സമയത്ത് തന്നെ നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കണം. വീണ്ടും നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഫ്ലെയിം സിമ്മിലേക്ക് മാറ്റിയിട്ട് ഒന്ന് മൂടി വെച്ചാണ് വേവിച്ചെടുക്കേണ്ടത്.
നമുക്കിതൊന്ന് മൂടിയും കൂടെ വെച്ചു കൊടുക്കാം. 3 മിനിറ്റ് നേരം ചെറിയ തീയിൽ മൂടി വെച്ച തക്കാളി നമുക്കൊന്ന് തുറന്നു നോക്കാം. ഇപ്പോൾ നമ്മുടെ തക്കാളി നല്ലപോലെ തന്നെ ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് ഉടച്ചുകൂടെ കൊടുക്കുക. 2 മിനിറ്റ് നേരം നമുക്ക് ഫുൾ ഫ്ലെയിമിൽ വെച്ചിട്ട് തക്കാളിയിലെ വെള്ളമയൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കാം. ഈ ഒരു സമയത്ത് നമ്മുടെ തക്കാളിയുടെ ആ ഒരു പുളിപ്പ് ടേസ്റ്റ് ഒന്ന് മാറി കിട്ടുന്നതിനായിട്ട് ഒരു നുള്ള് പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു കാര്യം നിങ്ങൾക്ക് ചേർക്കാൻ താല്പര്യമില്ലെങ്കിൽ സ്റ്റെപ്പ് അങ്ങ് ഒഴിവാക്കാവുന്നതാണ്. ഒന്നുകൂടെ ഇളക്കി യോജിപ്പിച്ച് കഴിഞ്ഞാൽ നമ്മുടെ തക്കാളി ചമ്മന്തിയുടെ കൂട്ടിവിടെ റെഡിയാണ്. ഇനി ഇതൊന്ന് ചൂടാറി വരാനായിട്ട് നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. ആ ഒരു സമയം കൊണ്ട് നമുക്ക് ദോശ തയ്യാറാക്കി എടുക്കണം. ഈ സമയത്ത് തന്നെ നമ്മുടെ ദോശമാവ് നമുക്കൊന്ന് തുറന്ന് നോക്കാം. ദോശമാവ് ചെറുതായിട്ടൊക്കെ ഒന്ന് പൊങ്ങിയൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്കുടൻ തന്നെ ദോശ തയ്യാറാക്കാൻ തുടങ്ങാം. ദോശ തയ്യാറാക്കി എടുക്കാനായിട്ട് ഒരു പാൻ അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. പാൻ ഒന്ന് ചൂടായി വരട്ടെ. ഇപ്പോൾ നമ്മുടെ പാൻ ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഫ്ലെയിം അങ്ങ് കുറച്ച് വെച്ച് കൊടുത്തതിന് ശേഷം ഓരോ തവി മാവും ഇതുപോലെ ഒന്ന് കോരി ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നല്ല തിന്നായിട്ട് തന്നെ നമുക്ക് പരത്തിയും കൂടി എടുക്കാം. അങ്ങനെ ആദ്യ ദോശ നമ്മളിവിടെ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ദോശയുടെ മേലെയായിട്ട് കുറച്ച് എണ്ണ കൂടെ ഒഴിച്ചു കൊടുക്കാം. എണ്ണയ്ക്ക് പകരമായിട്ട് നിങ്ങൾക്ക് നെയ്യ് ഉപയോഗിക്കാവുന്നതാണ്. താഴെ ഭാഗം നല്ല ക്രിസ്പി ആയിട്ട് വന്നാൽ പിന്നെ നമുക്കിതൊന്ന് മറിച്ചുകൂടെ ഇട്ട് കൊടുക്കാം. ഇനി തവി വെച്ച് നല്ലതുപോലെ പ്രസ് ചെയ്തിട്ട് വേണം നമുക്കൊന്ന് മുരിയിച്ചെടുക്കാനായിട്ടും. 2 ഭാഗവും നല്ലതുപോലെ മുരിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ ദോശ പാനിൽ നിന്നെടുത്ത് മാറ്റാവുന്നതാണ്. അങ്ങനെ നമ്മുടെ ഹെൽത്തി ആയിട്ട് തന്നെ തയ്യാറാക്കി എടുത്തിട്ടുള്ള ചെറുപയർ ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് മാറ്റിയതിന് ശേഷം രണ്ടാമതും ഇതുപോലെ തന്നെ നമുക്ക് ചുട്ടെടുക്കാം. രണ്ടാമത്തെ ദോശയെ നമുക്കിതുപോലെ തന്നെ കോരി ഒഴിച്ച് പരത്തിയെടുക്കാം. ഇതിന്റെ മേലെയും കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. താഴെ ഭാഗം നല്ലപോലെ തന്നെ മുരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. മറിച്ചിട്ട് കഴിഞ്ഞാൽ കയ്യിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് വേണം കൊടുക്കാനായിട്ട്. അപ്പോൾ എല്ലാ ഭാഗവും ഒരുപോലെ തന്നെ വളരെ എളുപ്പത്തിൽ മുരിഞ്ഞു കിട്ടുന്നതാണ്. ദോശയുടെ എല്ലാ ഭാഗവും ഒന്ന് മുരിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വീണ്ടും നമുക്കിതൊന്ന് മടക്കി കൊടുക്കാം. രണ്ടാമത്തെ ദോശയും നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റാം. അങ്ങനെ രണ്ടാമത്തെ ദോശയും നമ്മളിവിടെ ചുട്ടെടുത്തിട്ടുണ്ട്. മൂന്നാമത്തെ ദോശയെ നമുക്കിതുപോലെ തന്നെ ചുട്ടെടുക്കാം. ദോശ ചുട്ടെടുക്കുന്ന സമയം കൊണ്ട് തന്നെ നമ്മുടെ തക്കാളി ചട്നിയുടെ ചൂടാറി വന്നിട്ടുണ്ട്. ഇപ്പൊ ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ടുകൊണ്ട് ഇത് നമുക്കിനി നല്ല വെണ്ണ പോലെ ഒന്ന് അരച്ചെടുത്തിട്ട് കൂടെ വരാം. അങ്ങനെ നമ്മുടെ തക്കാളി ചമ്മന്തിയും അരച്ചെടുത്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഒരു താളിപ്പ് കൂടെ ചേർത്തെടുത്താൽ മതിയാകും. നിങ്ങൾക്ക് വേണമെങ്കിൽ പാനിൽ വെച്ചിട്ട് ഒന്നും കൂടെ വഴറ്റിയൊക്കെ എടുക്കാവുന്നതാണ്. ഞാനിപ്പോ ഒന്നും കൂടെ വഴറ്റിയൊന്നും എടുക്കുന്നില്ല. ഇനി ഇതിലേക്ക് കുറച്ച് താളിപ്പ് കൂടെ ചേർക്കാം. അങ്ങനെ നമ്മുടെ ചെറുപയർ ദോശയും ടൊമാറ്റോ ചട്നിയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലൊരു ഹെൽത്തി റെസിപ്പി നിങ്ങൾ എല്ലാവരും തയ്യാറാക്കി നോക്കണേ. തയ്യാറാക്കി നോക്കുമ്പോൾ നിങ്ങൾക്ക് ഈ റെസിപ്പിയുടെ സ്വാദ് ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യുന്ന കാര്യം മറക്കരുത്. അതുപോലെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ്സ് ആയിട്ട് അറിയിക്കാനും മറക്കല്ലേ. അപ്പോൾ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. അതുവരെയും ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും കാണാം.